പ്രവർത്തന രീതി. ഡയാലിസിസ് സെന്റർ കൂടാതെ ഫിസിയോതെറാപ്പി, ലബോറട്ടറി, ജനറൽ മെഡിസിൻ വിഭാഗം, ഫാർമസി തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ സുസജ്ജമാണ്. നിർധനരായ രോഗി സൗജന്യ നിരക്കിലും ഡയാലിസിസ് ചെയ്യുവാൻ സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നു. പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസം പൊതുജനങ്ങൾക്ക് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും നടത്തപ്പെടുന്നു. വൃക്കരോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൃക്കരോഗ നിർണയവും തുടർ ചികിത്സയും അനിവാര്യമാവുകയാണ്. ഈ സാഹചര്യത്തിൽ രാജകുമാരി ഗ്രൂപ്പിന്റെയും തണൽ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ വൃക്കരോഗ നിർണയ പരിശോധനയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ക്യാമ്പിൽ പങ്കെടുത്താൽ രോഗനിർണയം നടത്തി ബിസിനസ് രംഗത്ത് വൻ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. ചെയ്യാനും അതിന് സ്റ്റെൻഡ് ഇടുന്നതിനും ഒക്കെ പൈസ ഒരുപാട് ആവശ്യമുണ്ട്. ഇന്ന് തന്നെ ഒരു 13,000 രൂപ ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവരുടെ ഒരു റിക്വസ്റ്റാണ്, ഇതുപോലെ എൻ്റെ കാര്യവും കൂടി അവിടെ ഒന്ന് പറഞ്ഞേക്കാം. പയ്യന് ഒരു 32 വയസ്സേ ഉള്ളൂ. ആ പയ്യന് കിട്ടുമെന്നൊരു അഭ്യർത്ഥനയാണ്. അതുപോലെ നമസ്കാരം. നമ്മളെല്ലാവരും നിയമസഭാ സ്പീക്കർ ശ്രീ A.N. ഷംസ് വേദിയിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശ്രമം കൊണ്ടുള്ളത് ഈ നിയോജക മണ്ഡലത്തിന്റെ MLA ശ്രീ ജോയി അവർ, ശ്രീ ജയൻ, പ്രിയപ്പെട്ട വർക്കല കഹാർ അറിയാം, രാജകുമാരി ഗ്രൂപ്പ് 1996 കല്ലമ്പലത്തുനിന്ന് കുറച്ച് ചെറുപ്പക്കാർ അവരുടെ സ്വയം തൊഴിലിൻ്റെ ഭാഗമായി ഇവിടെ മാറി വരുന്ന ഗവൺമെൻറ്റുകളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവരെയും കൂടി ചേർത്ത് നിർത്തി നമ്മളുടെ ബിസിനസ്സിൻ്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് ഇപ്പോഴും ആക്സിഡൻറ്റ് നടക്കുകയും പല സമയങ്ങളിലും 108 ഉണ്ടെങ്കിലും ചിലപ്പോൾ അതൊക്കെ എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഡയറക്ടർമാരായ ഷുഹൈബ്, സജീർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രാജകുമാരി തണൽ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ധാരണ സ്കൂൾ കുട്ടികളെയും കൊണ്ടൊരു സംഘം വന്നപ്പം അവരോട് വളരെ പരിചിതമായ ഒരു പേരാണ്. രാജകുമാരി തന്നെയാണ് ഇവര്. അത് ശ്രീ വി ജോയ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇവരിങ്ങനൊരു ആൾക്കാർ വരും, കാണും, ഒന്ന് പരിപാടിക്ക് കൊടുക്കണം ഡേറ്റ്. ജോയ് പറഞ്ഞാൽ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പരിപാടിക്ക് സമയം കൊടുക്കുകയും ഈ രണ്ടുപേരും ഇവിടെ യോജിക്കുകയാണ്. ചാരിറ്റിയും ബിസിനസ്സും നടത്തി സാധാരണക്കാരൻ്റെ ഓരോ പഞ്ചായത്തും ശുപാർശകൾ പഞ്ചായത്ത് പ്രസിഡന്റ് MLA വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയാലിസിസ് സ്ലോട്ടിന് വേണ്ടിയാണ്. അങ്ങനെ വലിയ രീതിയിൽ ഡയാലിസിന് വേണ്ടിയുള്ള സ്ലോട്ടുകളുടെ എണ്ണം ശക്തിപ്പെടുന്നു. അവിടെയാണ് നിങ്ങൾ മാതൃകയായിക്കൊണ്ട് ഒരു ഡയാലിസിസ് ഈ മുക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് വെരിപ്പിൽ നിന്ന് ആരംഭിച്ചത്. ജനറൽ ഹോസ്പിറ്റൽ ആദ്യം 15 എന്നാലും തിരക്കാണ്. എങ്ങനെയെങ്കിലും സാധാരണക്കാരനായിരിക്കുമല്ലോ സാധാരണക്കാരൻ. അപ്പം അങ്ങനെ വരുമ്പം എങ്ങനെ ഒരു കൊടുക്കണ്ടല്ലോ. ഇപ്പം രാജകുമാരി ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്യാൻ പറയും, ഇത് വൻ കച്ചവടമുള്ള സ്ഥാപനമായി മാറട്ടെ.
നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ സാറിന് ഒരു സ്നേഹാദരവ് സമർപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിസാം സർ, രാജകുമാരി ഡയറക്ടർ, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നാട്ടുകാരുടെ എല്ലാ ഒരു സഹകരണവും സ്നേഹവും അദ്ദേഹത്തിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അദ്ദേഹത്തിന്റെ തിരക്കിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ രാജകുമാരി തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചതിന് അടുത്തതായിട്ട് നമ്മുടെ ലബോറട്ടറി ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എക്സ് MLA ശ്രീ വർക്കല കഹാസ് സാറിനെ ക്ഷണിക്കുകയാണ്.